കല്യാണത്തിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ 3:30 മണിയാണ് സമയം. നല്ല മഴ പെയ്ത് തുറന്ന് നല്ല തണുപ്പുണ്ട്. ഈ സമയത്ത് നട്ടപ്പാതിരിക്ക് നിന്നിട്ട് വീഡിയോ എടുക്കുന്ന ഒരാൾ ഞാൻ മാത്രമായിരിക്കും ഈ സമയത്ത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ നല്ല ലഗേജ് എടുത്ത് വയ്ക്കുക. സുനിയേട്ടൻ ഞാൻ സുനിയേട്ടൻ മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ എയർപോർട്ടിലെത്തി. ട്രാഫിക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല ലേറ്റ് ആവും. അപ്പോൾ പിന്നെ പുലർച്ചെ ആയിക്കാനും പിന്നെ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ തന്നെ എത്തി. ഇനി ഇവിടുന്ന് ലഗേജ് എടുത്ത് ട്രോളി എടുത്ത് നമ്മുടെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നമ്മുടെ എയർപോർട്ടൊക്കെ ഒന്ന് കാണിച്ച് തരാം, മുംബൈ എയർപോർട്ട് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബാഗുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ നിന്നൊക്കെ വേഗം തന്നെ നമ്മൾ അവിടെ നിന്ന് പോയി. എന്നിട്ട് ഞാൻ വിചാരിച്ചത് നല്ല അടിപൊളി കോഫിയൊക്കെ കുടിച്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ബസ്സിൽ കയറി നേരം വെളുത്ത് വരികയാണ്. നേരം 5 മണി ഇട്ട സമയം. ഈ സമയത്തുള്ള പക്ഷേ നേരം വെളുത്ത് വരുമ്പോൾ നല്ല വെളിച്ചമുണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. കയറിക്കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ കയറി ഒന്ന് സെറ്റപ്പായി ഇരുന്നിട്ട് ബാക്കി അവിടെ എത്തിയിട്ടുള്ള ശേഷം കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറേ അവിടെ കാളിദേവിയുടെ അമ്പലത്തിൽ അവിടെയൊക്കെ പോകുന്നത്. അത് അപ്പോൾ എത്താനായി. അതുപോലെ ലാൻഡിങ് ടൈമാണ്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ടൈമാണ് അത്. പിന്നെ ചെറുങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണാൻ നല്ല രസമില്ലേ, പച്ചപ്പ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പോലെ തന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വേഗം തന്നെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് കൽക്കത്ത എയർപോർട്ട്. നല്ല വലിയ എയർപോർട്ടാണ്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ലഗേജ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ലഗേജ് കുറച്ച് ഒരു 10-15 മിനിറ്റ് ലേറ്റായി, എന്നാലും കുഴപ്പമില്ല. ഇവിടെ കാളിദേവിയുടെ വലിയൊരു പോസ്റ്റ് ഉണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് സുനിയേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കാറിൽ കയറി പോവുകയാണ്, ഹോട്ടലിൽ പോവുകയാണ്. നല്ല മഴ തന്നെ, ഇവിടെയും മഴ അവിടെയും മഴ, ബോംബെയിലും മഴ, അതുപോലെ തന്നെ കൽക്കത്തയിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ വിചാരിച്ചൊക്കെ കുളമായിരുന്നു, പക്ഷെ മഴ പെയ്യുന്നുണ്ട്, തോരും. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോസ് പോകുന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇതായിരുന്നു. കാഴ്ചകളും ഇതൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിന് ഫുള്ളായിട്ട് എടുത്തില്ല, കുറച്ചൊക്കെ എടുത്ത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹോട്ടലിൽ പോവുകയാണ്. ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിലുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെയാണ് കാണാൻ. നല്ല അടിപൊളി ഹോട്ടലായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള ഹോട്ടലായിരുന്നു, കാണാനും നല്ല അടിപൊളി ഹോട്ടലാണ്. അപ്പോൾ റൂമാണിത്. റൂമിൽ ചെന്ന് ഞാൻ റൂമും കൂടി ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. പിന്നെ സുനിയുടെ ചെന്ന് വയ്ക്കുന്ന ഹാൻഡ് വാഷൊക്കെ ചെയ്ത് നല്ല കയ്യിൽ ക്ലീനാക്കി. കൊറോണയുടെ ടൈമല്ലേ, അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഞങ്ങൾ വിക്ടോറിയ മെമ്മോറിയൽ അവിടെ പോയി. അവിടുത്തെ വിഷ്വലാണ് കാണുന്നത്. എത്ര വലിയ പ്ലേസിലാണ് അത് നിൽക്കുന്നത്, കാണാൻ എന്ത് രസമാണ്. അത് ഞങ്ങൾ കണ്ടു നോക്കാം. ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നേരെ ഹോട്ടലിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ കാളിദേവിയുടെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹൗറ ബ്രിഡ്ജാണ് കാണുന്നത്. നോക്കി അവിടുത്തെ ബസ്സുകൾ ബ്ലൂ ആൻഡ് യെല്ലോ, എല്ലാ ബസ്സുകളും അതുപോലെ തന്നെയാണ്. ആദ്യമൊക്കെ റെഡ് കളറായിരുന്നു അത്ര കൊടുത്തിരുന്നത്, ഇപ്പോൾ ബ്ലൂ ആണ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ യെല്ലോ കളർ ടാക്സി, ഫുള്ള് മഞ്ഞ കളർ ടാക്സിയാണ്. അപ്പോൾ ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. കാരണം നല്ല രസമുണ്ട്, ഫുള്ള് ഇരുമ്പിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബ്രിഡ്ജാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഞാൻ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിൻ്റെ അവിടെ നമ്മുടെ കടലിൻ്റെ ഈ ചെറിയ ബോട്ടിലൊക്കെ ഇതിലൂടെ നമുക്ക്
കുറച്ച് യാത്ര നമ്മൾ ഫാമിലിക്ക് മാത്രമായിട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ള ബോട്ടുകളാണ് കാണുന്നത്, തോണി പോലത്തെ. പിന്നെ വലിയ ഇതുണ്ട് കേട്ടോ, ബോട്ടുകളിലും നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് അതിന് ശേഷം ഇതാ അമ്പലത്തേക്ക് പോയിരിക്കാം. അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റ് എത്തി അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നല്ല മഴ പെയ്തു, ഇതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്, പെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്, അങ്ങനെയായിട്ട്. അപ്പോൾ മഴയൊക്കെ തോർന്നിരിക്കണം. അമ്പലത്തേക്ക് പോകുന്ന സമയത്ത് മഴയൊന്നുമില്ല, അങ്ങനെ തുറന്നതായിട്ട് നിൽക്കുകയാണ്. രണ്ട് സൈഡിലുമായിട്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ നാട്ടിലൊക്കെ നമ്മൾ അമ്പലത്തിൽ, ഗുരുവായൂർ അമ്പലത്തിലും കടമ്പുഴയും ഒക്കെ പോകുമ്പോൾ രണ്ട് വശത്ത് ഇങ്ങനെ മാലകളും കാര്യങ്ങളും ഒക്കെ അല്ലേ, അവിടെ കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട്. ഈ അമ്പലത്തിൽ തന്നെ വൈകുന്നേരങ്ങളിലാണ് അവിടെ കല്യാണം നടത്തുന്ന ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് സാധനങ്ങൾ, ഫ്ലവർ, താമര, അതുപോലെ ചെമ്പരത്തിൻ്റെ മൊട്ടുള്ള വെച്ചിട്ടുള്ള മാലയാണ്. ഫുള്ളായി വിരിഞ്ഞിട്ടുള്ള, അല്ല മൊട്ടും ഒരു നുള്ള വിരിഞ്ഞ പോലത്തെ മാത്രം, നല്ല വിരിഞ്ഞിട്ടുള്ളതല്ല മാലദേവിക്ക്, അവിടെ കാളിദേവിക്ക് അതാണ് മാല കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്വീറ്റ്സ്, ഈ പേടകളില്ലേ, അങ്ങനത്തെയൊക്കെയാണ് അവിടെ ദേവിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവരുടെ നിന്ന് മാലയും അതുപോലെ താമരപ്പൂവും ഒക്കെ വാങ്ങിച്ച് അതിൻ്റെ ഉള്ളിൽ, അമ്പലത്തിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇതുവരെ നമുക്ക് മൊബൈൽ അലൗഡ് ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് തൊഴുത് ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിലേക്ക് പോകണം, ഫ്രഷപ്പൊക്കെ ആവണം. രാത്രി നല്ല നേരം വൈകിയിരിക്കണം. ഇതിൻ്റെ ഇടയിൽ നല്ല മഴ പെയ്യുന്നത് നിൽക്കണുണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും ഷൂട്ട് ചെയ്യാനും ഒന്നിനും പറ്റില്ല. ഇല്ലാത്തപ്പോൾ ഒന്ന് നല്ലതായിട്ട്, ഇപ്പോൾ മഴയൊന്നുമില്ല, ഇപ്പോൾ നല്ല ഒരു ഇതായിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ വണ്ടി നിർത്തിയിട്ടൊക്കെ ഇങ്ങനെ വിഷയിൽ കുറച്ചൊക്കെ എടുത്ത്, അത് നമ്മുടെ നേവിയുടെ ഇതാണ് കണ്ടത്. അതുപോലെ പിറ്റേ ദിവസമായി ഞങ്ങൾ പിറ്റേ ദിവസത്തെ വേറൊരു അമ്പലത്തേക്ക്. അപ്പോൾ അതിനായിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ വേറൊരു അമ്പലമുണ്ട് അവിടെ ടെമ്പിൾ. അവിടെ കൃഷ്ണനും അതുപോലെ തന്നെ നമ്മുടെ കാളിദേവിയും ശിവഭഗവാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടാണ് ഫസ്റ്റ് കഴിക്കുമ്പോൾ അമ്പലത്തിലെത്തി. വലിയ ക്ഷേത്രമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞ പോലെ തന്നെ മൊബൈലൊന്നും അലൗഡ് ഇല്ല. അപ്പോൾ പുറത്തുനിന്ന് എടുത്തിട്ടുള്ളതാണ് വിഷ്വലി കാണുന്നത്. ഉള്ളിലേക്ക് അലൗഡ് ഇല്ലാത്തതുകൊണ്ട് ഉള്ളിലത്തെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് എടുത്ത് നല്ല ഉള്ളു കാണാൻ എന്ത് ഭംഗിയാണ്. എത്ര പോലെ ശിവലിംഗമാണ്. ഓരോ അമ്പലങ്ങളിൽ, കുഞ്ഞു അമ്പലങ്ങളിലൊക്കെ ഇറങ്ങുന്ന പോലെ അമ്പലങ്ങളിലൊക്കെ അതിലൊക്കെ ശിവലിംഗം, കുറേ ശിവലിംഗം ഒരു ഭാഗത്ത്, അതിനൊക്കെ പൂജ ചെയ്തിട്ട് കാണാൻ പ്രത്യേക ഭംഗി. അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ഇരിക്കുന്ന ഒരു അമ്പലം അവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ അമ്പലത്തിൻ്റെ കുളമാണ് ഇത്. അമ്പലത്തേക്ക് ഉള്ളിലേക്ക് കയറി പോകുന്നത്. അവിടെ അപ്പുറത്തെ കണ്ടില്ലേ ക്ലോക്ക് റൂം, നമ്മുടെ ചപ്പല് കാര്യങ്ങൾ, മൊബൈൽ അങ്ങനത്തെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് അമ്പലത്തിൽ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അതാ ചെറിയൊരു ഗോപുരം പോലെ കണ്ടില്ലേ, അതാണ് ശിവൻ ഭഗവാന്റെയൊക്കെ അമ്പലങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ കടലിലൂടെ ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല രസമായിരുന്നു കേട്ടോ. ഈ അവിടുത്തെ കുട്ടികൾ എന്താണ്, നമ്മുടെ ഈ ബോട്ടിൻ്റെ മേപ്പെട്ട് കയറി നിന്നിട്ട് കടലിലേക്ക് ചാടുക. കുട്ടികൾക്കൊന്നും ഒരു പേടിയില്ല. എനിക്കൊക്കെ ഭയങ്കര പേടിയാണ്. കുട്ടികൾ എന്ത് കാട്ടണം ആദ്യമായിട്ടിൽ കാണണം. ഞാൻ സത്യത്തിൽ ആദ്യമായിട്ട് കണ്ടില്ലേ, എന്തൊരു വികൃതി വില്ലന്മാർ. അവരങ്ങനെ ചാടിയിട്ട് അതിൻ്റെ മേപ്പെട്ട് ഉള്ള അതിൽ കയറി നിന്നിട്ട് കടലിലേക്ക് ചാടുക. അങ്ങനെയായിരുന്നു കുട്ടികളുടെ വികൃതി. ഇതൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി, എന്താ പറയുക, നല്ല രസമുള്ള യാത്ര തന്നെയായിരുന്നു. കടലിലൂടെ നല്ല എൻജോയ് ചെയ്തു. ഇവിടെ നിന്ന് പോയിട്ട് വേണം ഹോട്ടലിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം കല്യാണത്തിന് പോവുക. അങ്ങനെ ഹോട്ടലിൽ പോയിട്ടിരിക്കുമ്പോൾ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ, കൽക്കത്തയിലെ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി കല്യാണത്തിന് പോയിട്ടിരിക്കുകയാണ്. ഇതാ കല്യാണ വീട്ടിലെത്തി. നല്ല ഫങ്ഷനായിരുന്നു, നല്ല അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അവരുടെ മെയിൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചായ ഫുൾ. നമ്മളൊന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷം ചായ കുടിക്കില്ലല്ലോ, രാവിലെ കഴിക്കും. ഇത് രാത്രി ആയാലും അതെ, അവർ എന്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത് ചായ കുടിച്ചുകൊണ്ടേയിരിക്കും. അത് ഇങ്ങനെ ഈ മണ്ണിൻ്റെ ഗ്ലാസ്സിലായിട്ട് വെച്ചിട്ടുള്ള ചായ. അത് ഞങ്ങൾ ചെക്കനും പെണ്ണിനൊക്കെ വിഷ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇത് അവിടെ ഫുഡ് ഐറ്റം, എൻ്റെ അമ്മയെ അവരുടെ സൽക്കാരം പറയാൻ പറ്റില്ല. ഭക്ഷണം കഴിച്ചിട്ട് വെയ്യാണ്ടേ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കഴിക്കണം ഇത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ ഭക്ഷണം കഴിച്ചിട്ട് എന്ന് വെയ്യാണ്ടേ എന്ന് പറയാം. ഇതിലിവിടെ ഞാനിങ്ങനെ ജസ്റ്റ് കാണിച്ചിട്ടുള്ളൂ. ഞാൻ കുഞ്ഞായിട്ട് എടുത്ത് തന്നതാണ് ഇതൊക്കെ. ഇവിടെയുള്ള എല്ലാവരും 25 ഐറ്റം ഫുഡ് അന്ന് കല്യാണത്തിന് പോയിട്ട് അവർ സൂപ്പുകൾ 4 തരം വെറൈറ്റി സൂപ്പുകളുണ്ടായിരുന്നു. അമ്മ എല്ലാ ഫിഷ്, മെയിൻ ഡിഷ് ഫിഷ് ആൻഡ് ചിക്കൻ, മട്ടൻ, ഇതാണ് അവരുടെ മെയിനായിട്ട്. ഫിഷിൽ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഉണ്ട് അവരുടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പക്ഷെ കഴിക്കാൻ പറ്റില്ല. അമ്മയെ കഴിക്കാൻ അവരുടെ ഒരു സൽക്കാരം എന്ന് പറഞ്ഞറിയിക്കാണ്ട് എങ്ങനെ അതൊന്നും നേരെ 1 മണിക്കാണ് ഇപ്പോൾ കല്യാണമൊക്കെ നടക്കുന്നത്. മെയ് അവിടെ നിന്ന് ഉറക്കം വരിക, ഇവർ ഭക്ഷണം കഴിപ്പിച്ച് ലാസ്റ്റ് സ്വീറ്റ്സ്, അതുപോലെ തന്നെ ഡ്രിങ്ക്, ഇത് ലാസ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുക. അതുമല്ല എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് സൽക്കരിച്ചിട്ട് എൻ്റെ അമ്മയെ പറയാൻ വയ്യ. ഹോട്ടലിലെത്തിയാൽ മതി എന്നായിപ്പോയി. ലാസ്റ്റായിട്ട്
പാനും കൂടി കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഹോട്ടലിലെത്തി. അവിടെ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. എനിക്ക് കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.